ഇത് വെറും പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല, വാചാലമായി എഴുതാൻ വേണ്ടി പറയുന്നതല്ല. ഖുർആനിലെ മുഴുവൻ വാചകങ്ങളും ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യർ ഒരു തറവാട്ടിലെ അംഗങ്ങളാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. അതെ, എല്ലാവരും. പാകിസ്ഥാൻ നല്ലത്, ഇന്ത്യ മോശം, സൗദി നല്ലത്, അങ്ങനെയല്ല. ലോകത്തെല്ലാ മണ്ണും അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ പരിധിയിൽപ്പെട്ടതാണ്. ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചു. അപ്പൊ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള എല്ലാം. ഒരു കൊതുക് പോലും ഡയറക്റ്റായി അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ അതുപോലുള്ള രോഗങ്ങൾ, കൊതുക് പരത്തുന്ന രോഗങ്ങൾ, അതുപോലെ പല രോഗങ്ങളും ഒരു ജീവി ഉണ്ടാക്കുമ്പോൾ ആ ജീവിയെക്കുറിച്ച്, രോഗാണുവിനെ കുറിച്ച് പുതിയ പഠനങ്ങളാണ് ശാസ്ത്രലോകത്ത് നടക്കുന്നത്. രോഗങ്ങളില്ലെങ്കിൽ, രോഗാണുക്കളില്ലെങ്കിൽ, രോഗികളില്ലെങ്കിൽ ഹോസ്പിറ്റലുകളില്ല, ഹോസ്പിറ്റലുകളില്ലെങ്കിൽ ഡോക്ടർമാരില്ല, ചികിത്സകളില്ല, വൈദ്യശാസ്ത്രമില്ല. എല്ലാറ്റിനെയും ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു പുതിയ ലോകഘടനയാണ് ഇസ്ലാം കാണുന്നത്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, പശുവിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, മനുഷ്യന് വേണ്ടി പശുവിനെ സൃഷ്ടിക്കപ്പെട്ടു. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്. അതാണ് 10 കൊല്ലത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. 10 കൊല്ലത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടായി, വിവാഹം കഴിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായി ഒരു കുടുംബത്തിന്. ആ കുട്ടിയെ വരാന്തയിൽ കിടത്തി അമ്മ മുറ്റത്ത് അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പാമ്പ് കടിക്കുന്നു. പാമ്പ് കടിച്ച ആ കുട്ടി മരിച്ചു പോകുന്നു. ആ കുഞ്ഞിന്റെ അച്ഛൻ വന്നിട്ട് പാമ്പിനെ കൈകൂപ്പി നിൽക്കുന്ന രംഗമാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാമ്പാരാധ്യനാണ്, ദൈവമാണ്. ദൈവം 10 കൊല്ലത്തിന് ശേഷം തനിക്ക് ലഭിച്ച കുഞ്ഞിനെ കൊന്നിട്ട് ആ ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യൻ എന്ന മഹാവിഡ്ഢി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാമ്പിനെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ പാമ്പിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യന് വേണ്ടിയാണ് ഇതൊക്കെ, അല്ലാതെ പാമ്പിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, എലിക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതെല്ലാം. അപ്പൊ മനുഷ്യൻ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം, അത് അവന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ഇസ്ലാം ഇടപെടുകയാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. മനുഷ്യനെ ഇസ്ലാം ഒന്നാമതായി. അപ്പൊ നാം ഒന്ന് എന്ന ഈ ഉന്നതമായ ടോപ്പിക്കിന്റെ ആദ്യ ഭാഗം, നമ്മുടെ വിഷയത്തിന്റെ ആദ്യ ഭാഗം, നാം ഒന്ന് എന്നത് നമ്മൾ ആരംഭിക്കുന്നത് ആദം ഹവ്വ ദമ്പതികളിൽ നിന്നാണ് മനുഷ്യകുലം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ മനുഷ്യരും, അനന്തവിസ്തൃതമായ ഈ മഹാപ്രപഞ്ചത്തിലെ 714 കോടി മനുഷ്യരും, ലോകത്ത് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ ആ മനുഷ്യരെല്ലാം ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ചാതുർവർണ്ണ്യം മായാസക്തം ഗുണകർമ്മ വിഭാഗശേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായമുള്ള ഭഗവത്ഗീതയിൽ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന, അഥവാ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒരധ്യായത്തിൽ പറയുന്നത് ചാതുർവർണ്ണ്യം മായാസക്തം ഗുണകർമ്മ വിഭാഗശേ. ദൈവം മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ. ഇങ്ങനെ തതീഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയതേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ഡാലയോനി എന്ന് പറയുന്ന ഛന്ദോപനിഷത്തിൽ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ വാചകം. ഏറ്റവും നല്ല മനുഷ്യന്മാർ ബ്രാഹ്മണ യോനിയിൽ ജനിക്കുന്നു, ചണ്ഡാലന്റെ യോനിയിൽ ജനിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അല്ല ഇസ്ലാം. ഇസ്ലാം കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, ലാ ഫളില ലി അറബി എന്നല്ല അജമിയ. അറബിക്ക് അനറബിയെക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും യാതൊരു പ്രത്യേകതയുമില്ല. ഇതൊരു ഹജ്ജ് സീസണാണ്. 250 രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള വമിനന്നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. വമിനന്നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. 35-ാം അധ്യായം 28-ാമത്തെ വചനമാണ്. വമിനന്നാസി, മനുഷ്യർക്കിടയിലുണ്ട്, والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء. മനുഷ്യർക്കിടയിലെ വർണ്ണ വ്യത്യാസങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഹജ്ജിന് പോയാല് ഒരു കേരളത്തിലെ എല്ലാവരെയും നമുക്ക് വേറെ തിരിച്ചറിയാൻ കഴിയും. ലക്ഷോപലക്ഷം സ്ത്രീകളുടെ നടുവിൽ നിന്ന് നമ്മുടെ ഉമ്മാനെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും, അല്ലേ? ഫിലിപ്പൈൻസുകാരൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് എല്ലാവരും ഒരേപോലെയാണ് തോന്നും. ജാപ്പാനീസിനെ കാണുമ്പോൾ നമുക്കൊന്ന് എല്ലാവരും ഒരേപോലെയാണ്. പക്ഷെ അവർക്ക് പരസ്പരം എല്ലാവരും ഒരേപോലെയല്ല.
കേരളക്കാരെ മുഴുവനും കാണുമ്പോൾ, ഒരു ഫിലിപ്പൈൻസ് കാണുമ്പോൾ, ഇന്തോനേഷ്യക്കാർ കാണുമ്പോൾ ഇവരെല്ലാം ഒരേപോലെ നിൽക്കുന്നുണ്ടല്ലോ? ഇല്ല, ആരും ഒരേപോലെയല്ല. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء. മനുഷ്യരിലെ നിറവർണ്ണങ്ങളുടെ വ്യത്യാസങ്ങൾ, ജന്തുക്കൾ ചുവപ്പ് അല്ലേ, നോക്കൂ ചാരനിറം, എന്തൊക്കെ നിറങ്ങൾ, എന്തൊക്കെ ഡിസൈനിങ്. അള്ളാഹു എന്ന ഡിസൈനർ എത്ര അത്ഭുതകരമാണ്. ഈ മഹാപ്രപഞ്ചം എന്നിട്ട് പറയാണ് കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ്, ലോകത്തെ കൃത്യമായി പഠിക്കുന്നവർ, ലോകത്തെ കൃത്യമായി മനസ്സിലാക്കുന്നവർ. അതെ, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ തുടങ്ങുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ്, ഹവ്വാ ബീവിയിൽ നിന്നാണ്. അവിടെ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും, ഇന്ന് കാണുന്ന എല്ലാ മനുഷ്യരും, അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന എല്ലാവരും ആദം നബിയുടെ മക്കളാണ്, ഒരു തങ്ങൾ കുടുംബത്തിൽ ജനിച്ചവരാണെന്ന് അർത്ഥം. ലോകത്തെല്ലാവരും ഒരു അള്ളാഹു സെലക്ട് ചെയ്തൊരു പ്രവാചകന്റെ, ഒരു നബിയുടെ അനുയായികളായിട്ടാണ് ലോകത്തെ മുഴുവനും കാണുന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ മനോഹരമായി പഠിപ്പിക്കുന്ന 4-ാം അധ്യായത്തിലെ 1-ാമത്തെ വാചകമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഖുർആൻ മാനവരാശിക്ക് ആകമാനം മാർഗദർശനം നൽകുന്ന ഒടുവിലത്തെ ഗ്രന്ഥമാണ്. ഒടുവിലത്തെ ഗ്രന്ഥം. ഖുർആനെ പറ്റി നമ്മൾ അങ്ങനെ പറയും, പഴയ നിയമം, പുതിയ നിയമം, ഒടുവിലത്തെ നിയമം. അതാണ് ഖുർആൻ. ഖുർആൻ മുഹൈമിനാണ്, മോഡറേറ്ററാണ്. സകല വേദങ്ങളെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള മോഡറേറ്ററാണ് ഖുർആൻ. പൂർവ്വ വേദങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഖുർആൻ, പൂർവ്വവേദങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായപ്പോൾ സ്ഖലിത ബിന്ദുക്കൾ കടന്നു വന്നപ്പോൾ എന്തുണ്ടായി എന്ന് കൃത്യമായി വിവച്ഛേദിച്ച് മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ചു തന്ന ഖുർആൻ, ആ ഖുർആൻ ഒടുവിലത്തെ ഗ്രന്ഥമായി മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഖുർആൻ മനുഷ്യരോട് സംസാരിക്കുന്നു. ഖുർആൻ ഒരു ഗോത്രത്തോടോ, ഒരു സമൂഹത്തോടോ, ഒരു വർഗത്തോടോ, ഒരു ഭാഷ സംസാരിക്കുന്നവരോടോ, ഒരു ദേശ സംസ്കാരങ്ങളോടോ ഖുർആൻ സംസാരിക്കുന്നില്ല. ഖുർആൻ ലോകത്തെ മുഴുവനും കാണുന്നു എന്നുള്ളത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണ്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായത് ശോഭനിഷത്തുക്കൾ, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, കഠോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, അതുപോലെ തന്നെയുള്ള തൈത്തിരീയോപനിഷത്ത്, അനവധി സ്മൃതികൾ, ശ്രുതികൾ, ആരണ്യകങ്ങൾ, അങ്ങനെ പലതും. ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്, തെൽമൂദ്, സെന്നവത്ത്, ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആൻ. ആ ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആൻ മാനവരാശിയെ വിളിച്ചിട്ട് പറയുന്ന കാര്യം യാ അയ്യുഹന്നാസ്. നോക്കൂ, ഖുർആനിന്റെ അഭിസംബോധന രീതി, ഖുർആനിന്റെ യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്ന് ഖുർആൻ ഒരിടത്തും പറയുന്നില്ല. യാ അയ്യുഹന്നാസ്, അന്നാസ്, പീപ്പിൾ, അല്ലയോ മനുഷ്യരെ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. നോക്കൂ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വല്ലാത്തൊരു വാക്ക്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. വല്ലാത്തൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഒരേ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് ഖുർആൻ പറയുന്നത് ആ ആദം ഹവ്വാ ദമ്പതികളിൽ നിന്നാണ് ലോകത്തിന്ന് കാണുന്ന മുഴുവൻ പുരുഷന്മാരെയും മുഴുവൻ സ്ത്രീകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്ന് കുമാരനാശാൻ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ. വല്ലാത്തൊരു കാര്യമാണ്. നിന്റെ ജാതി ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നത് തെളിനീരാകുന്നു എന്ന് കുമാരനാശാന് പറയേണ്ടി വന്നത് ചണ്ടാലഭിക്ഷയിലൂടെ, ദുരവസ്ഥയിലൂടെ, കേരളത്തെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന്റെ 9 വാള്യങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സംസ്കാരങ്ങളെ ആവാഹിച്ചെടുത്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ സംസാരിച്ചപ്പോ ജാതി കോലങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളിലൂടെ ലോകത്തിന് ഒടുവിൽ നൽകിയിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, അത് അദ്ദേഹം പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. വക്കം മൗലവിയിൽ നിന്നാണ് തൗഹീദ് ശ്രീനാരായണ ഗുരു പഠിച്ചത്. വക്കം മൗലവിയുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരു മഹാനാണ് ശ്രീനാരായണ ഗുരു. അത് മുസ്ലിം സമുദായം പലരും അറിഞ്ഞിട്ടില്ലാത്ത, വായിക്കേണ്ട അമുസ്ലിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. വക്കം മൗലവിയുടെ ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. സുബ്ഹാനല്ലാഹ്. വക്കം മൗലവിയുടെ ശിഷ്യനായി, വക്കം മൗലവിയുടെ ക്ലാസ്സിൽ നിരന്തരമായി പങ്കെടുത്തിരുന്ന ആളായിരുന്നു ശ്രീനാരായണ ഗുരു.
അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഒടുവിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് ലോകത്തിന് മുമ്പിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് വായിച്ച അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭൂതി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. അതൊരു അനുഭൂതിയാണ്, അതൊരു ആഹ്ലാദമാണ്. ചരിത്രത്തിലെ വല്ലാത്തൊരു നിമിഷമല്ലേ അത്.